ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആർക്കൈവ് സെക്ഷനിലോട്ടും കൂടി ആഡ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ഡിലീറ്റ് ആയി പോയാലും ആർക്കൈവ് സെക്ഷനിൽ ആ ഒരു സ്റ്റോറി ഉണ്ടാവും. അപ്പം ഓരോ സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് അത് ആർക്കൈവ് സെക്ഷനിലോട്ട് ആഡ് ആവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ എത്തുന്നതായിരിക്കും. പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും പ്രൊഫൈൽ ഫോട്ടോയുടെ താഴെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്റ്റോറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ട് എത്തും. അവിടെ സൈഡിൽ മുകളിലായിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് സ്റ്റോറി ടു ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ചിലപ്പം ഇത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി ഓഫ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആർക്കൈവ് സെക്ഷനിലോട്ടും കൂടി ആഡ് ആവുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.